ഇന്ത്യ മുന്നണി വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. പ്രതിപക്ഷം ഐക്യത്തോടെ നിന്നാൽ അട്ടിമറി സാധ്യതകൾ വിദൂരമല്ല. പ്രത്യേകിച്ചും സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJPയെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇരുസഭകളിലെയും കേവല ഭൂരിപക്ഷം BJP ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിയാത്തതിന്റെ വല്ലാത്ത ജാള്യതയും നീരസവും അരിശവും നേതാക്കൾക്കെല്ലാമുണ്ട്. നായിഡുവിനെ കൃത്യമായി ദക്ഷിണേന്ത്യൻ നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള രേവന്ത് റെഡ്ഡിയും സിദ്ധാരാമയ്യയും DK ശിവകുമാറുമൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആന്ധ്രയുടെ വികസനത്തിന് BJP ഒരു വിലങ്ങുതടിയാകും, അഥവാ നായിഡുവിന്റെ സ്വപ്നങ്ങളെ കാറ്റിൽ പറത്തും. നായിഡുവിന്റെ യഥാർത്ഥ രാഷ്ട്രീയ എതിരാളി ജഗൻമോഹൻ റെഡ്ഡിയാണ്, അതല്ലാതെ കോൺഗ്രസ് അല്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള YS ശർമിള പറഞ്ഞത് നായിഡുവുമായി ഒരു സഖ്യത്തിന് കോൺഗ്രസ് താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ മുതൽക്കൂട്ടാകുമെന്ന രീതിയിലേക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് നായിഡു കൂടി ഉണ്ടെങ്കിൽ കരുത്തു പകരാൻ കഴിയും. NDA മുന്നണിയെ ശിഥിലീകരിക്കാൻ കഴിയും. അത് ബീഹാറിലെ നിതീഷ് കുമാറിന് വലിയ പ്രചോദനമാകും. മുന്നണി സംവിധാനം വിടാൻ ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറി രാഷ്ട്രീയം കളിച്ചാലും കേവല ഭൂരിപക്ഷമില്ലെങ്കിൽ സർക്കാർ തഴയപ്പെടും. സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ രാജിക്ക് ഒരുങ്ങേണ്ടി വരും. നരേന്ദ്രമോദിയെ രാജിവെപ്പിക്കാൻ നായിഡുവിനെ ഒറ്റയ്ക്ക് കഴിയും. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അങ്ങനെ തന്നെയാണ് കണക്കിലാക്കുന്നത്. കാരണം മോദി ആ കസേരയിൽ നിഴഞ്ഞിരിക്കുന്നത് നായിഡുവിന്റെ കൂടി കഴിവോടുകൂടിയാണ്. നായിഡു എന്തു പറയുന്നുവോ അത് അനുസരിച്ചിരിക്കും. നേരത്തെ നരേന്ദ്രമോദി നായിഡുവിനെ അകത്താക്കാൻ വേണ്ടി കുറെ കളികൾ കളിച്ചത് തെളിവ് സഹിതം നായിഡു ഓരോന്നായി റീടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം തന്റെ രാഷ്ട്രീയ എതിരാളിയായ ജഗൻമോഹൻ റെഡ്ഡിയെ ഉപയോഗിച്ച് നായിഡുവിനെ ജയിലിലാക്കിയത് ഒരു സ്ക്രിപ്റ്റഡ് സംഭവമാണ് എന്ന തിരിച്ചറിവിലേക്ക് ചന്ദ്രബാബു നായിഡു എത്തിച്ചേർന്നിരിക്കുന്നു. നായിഡുവിനെ ജയിലിലാക്കിയപ്പോൾ അന്ന് പവൻ കല്യാണാണ് ഒരു വലിയ ജനാവലി സംഘടിപ്പിച്ചുകൊണ്ട് നായിഡുവിന്റെ അറസ്റ്റ് തടയണം, നായിഡുവിനെ എനിക്ക് സന്ദർശിക്കാനുണ്ട് എന്ന രീതിയിൽ വലിയ പ്രക്ഷോഭം ആന്ധ്രയിൽ കത്തിച്ചത്. ഒരുപക്ഷെ അത് നായിഡുവിനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നായിഡുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എന്തുകൊണ്ടോ പവൻ കല്യാണിനോട് കൂടുതൽ അദ്ദേഹം അടുക്കുകയും താൽപര്യത്തോടെ ഉപമുഖ്യമന്ത്രി പദത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ BJPയുമായുള്ള ഒരു സഖ്യം അത് നായിഡു ആഗ്രഹിക്കുന്നില്ല. കേന്ദ്രമന്ത്രിയായി റാംമോഹൻ നായിഡു ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ചന്ദ്രബാബു ആഗ്രഹിക്കുന്നത് കൃത്യമായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. 2014 അശോക് ഗജപതിയെ മന്ത്രിസ്ഥാനത്ത് ഇതേപോലെ സിവിൽ വ്യോമയാനം കൊടുത്തതാണ്. ഇടക്കാലത്താണ് ചതിവുകൾ മനസ്സിലാക്കി മാറി നിന്നത്.